ഈ ഒരു വർഷം നിങ്ങൾ iPhone 14 എടുക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ ഒരു മടി, എന്തോ ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. iPhone 14 പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്പിളിൻ്റെ നമ്പർ സീരീസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫോണാണ് ഈ ഒരു iPhone 14 എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റേതായ കുറച്ച് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഫീലാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ. എനിക്ക് വളരെയധികം ഫേവറേറ്റ് മോഡലാണ് ഈ ഒരു 14 എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണിനെ പറ്റി നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ ഒരു കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ചൂസ് ചെയ്ത സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ആപ്പിൾ iPhone 14 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. കാരണം അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രൈസിൽ ഇത്രയും ഫ്യൂച്ചേഴ്സുള്ളൊരു ഫോൺ അവൈലബിൾ ആയിട്ട് കിട്ടി. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഡീൽ തന്നെയായിരുന്നു ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു ഫോൺ വന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, പൊതുവെ ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺസിലെല്ലാം അലുമിനിയം ഫ്രെയിമാണ് കൊടുക്കാറുള്ളത്. ആ ഒരു അലുമിനിയം ഫ്രെയിം തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വെറും 172 ഗ്രാമാണ്. ഒത്തിരി വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. എടുക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഫീലോ കാര്യങ്ങളൊക്കെയാണ്. ഓവർ വെയിറ്റ് ഒരു ഫീലും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നത്തേ ഇല്ല. പിന്നെ പൊതുവെ ഉള്ളപോലെ തന്നെ IP68 ടെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒന്നൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബിൽറ്റ് ഇൻ ഡിസൈനെ പറ്റി നമ്മൾ എടുത്തു പറയുന്ന കാര്യം, നമ്മൾ പൊതുവേ ആപ്പിളിൻ്റെ 13 എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വേറെ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും ആപ്പിളിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കറിയാം എത്രത്തോളം പവർഫുൾ ആണെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. അതേ ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു 14 അവർ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഡിസൈൻ ആൻഡ് ബിൽഡ് വൈസ് ഒരു നെഗറ്റീവോ കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ പറയാനായിട്ടൊന്നുമില്ല. സെയിം നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ടിപ്പിക്കൽ അതേ ബിൽഡ് ആൻഡ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു 14ലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. 6.1 ഇഞ്ച് സ്ക്രീൻ സൈസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. OLED ഡിസ്പ്ലേ ആണ്. സോ അവിടെ ഒന്നും ഒരു മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾക്ക് 13ലുള്ള അതേ സെയിം ഡിസ്പ്ലേ ആണ് ഈ ഒരു 14ലും ആപ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയിലൊന്നും ഒരു ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. എക്സാക്റ്റ് ആ ഒരു 13ലുള്ള ഡിസ്പ്ലേ തന്നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു എന്നുള്ളൂ. ഈ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസാണ് ഡിസ്പ്ലേ തരുന്നത്. അതിപ്പോൾ 60 Hz ഡിസ്പ്ലേ ആണെങ്കിലും ആ ഒരു 60 Hzൻ്റെ ഒരു സ്ലോനെസ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഐഫോൺസിൻ്റെ ഡിസ്പ്ലേ ഉള്ള ആ ഒരു സ്മൂത്ത്നെസ് ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വേറെ ബഗ്ഗോ ഗ്ലിച്ചോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഫേസ് ചെയ്തില്ല. നല്ല പെർഫോമൻസുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഈ ഒരു 14 കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയ കൺസപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരു 4K വീഡിയോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ എന്തെങ്കിലും മൂവീസോ കാര്യങ്ങളോ കാണുവാണെങ്കിലും അവിടെ നല്ല രീതിക്കുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആ ഒരു കളേഴ്സ് ആണെങ്കിലും വൈബ്രൻസ് എല്ലാ കാര്യങ്ങളും ഈക്വലി മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ആ ഒരു കണ്ടൻസിൽ നിന്നും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നല്ല പെർഫോമൻസ് ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു iPhone 14 കിട്ടുന്നുണ്ടാവും. പിന്നെ ഡിസ്പ്ലേ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യമാണെങ്കിൽ പുതിയതായിട്ടൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കാര്യം ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 13ലുള്ള എക്സാക്റ്റ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിലോട്ട് എടുത്ത് വെച്ചു എന്നുള്ളൂ. വേറെ ടെക്നിക്കലി അവിടെ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കാര്യങ്ങളോ ഒന്നും ആപ്പിൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടില്ല. സോ ഡിസ്പ്ലേ പെർഫോമൻസ് ഈസ് പിന്നെ നമ്മളീ പലരും ഐഫോൺസ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസണാണ് ഫോണിൻ്റെ ക്യാമറ. അല്ലെങ്കിൽ ഐഫോൺസിൽ എടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ഫീലാണ് പൊതുവേ എല്ലാവർക്കും ഉള്ളത്. സോ ഇവിടുത്തെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഐഫോൺസിൽ ഫോട്ടോസിനേക്കാളും വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിപ്പോൾ ഏത് ഫോണിനേക്കാളും ബെറ്റർ വീഡിയോ ഔട്ട്പുട്ട് ഈ ഒരു ഐഫോൺസിൽ നമുക്ക് തരുന്നുണ്ട്. സോ ആ ഒരു അതേ ക്വാളിറ്റി നല്ല പ്യുവർ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു iPhone 14 നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ വീഡിയോ മാക്സിമം കപ്പാസിറ്റി റിയർ ക്യാമറയുടെ നോക്കുകയാണെങ്കിൽ 4K 60 FPS ആണ്. പ്യുവർ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ വ്ളോഗിങ് പർപ്പസിന് ഈ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കളേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫോട്ടോസും വീഡിയോസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ആപ്പിൾ വരുത്തിയിട്ടില്ല 13 വെച്ച് നോക്കുമ്പോൾ.
പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമ്മുടെ iPhone 13 ആ ഒരു ഫീച്ചർ ഈ ഒരു ഡിവൈസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സിനിമാറ്റിക് മോഡ് നമ്മൾ 13 ആ ഒരു കാര്യം ഇവിടെ ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ റിയർ ക്യാമറയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് ആക്ഷൻ മോഡിന് സപ്പോർട്ട് ഈ ഒരു 14 കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ മോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ എത്ര ജെർക്ക് വീണാലും വീഡിയോ ഭയങ്കര സ്റ്റേബിളായിരിക്കും. സോ നിങ്ങൾക്ക് റണ്ണിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ വെച്ച് ഈസിലി ഷെയ്ക്കില്ലാതെ സ്റ്റേബിളായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യമാണ് ആക്ഷൻ മോഡ്. അത് എല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോ അങ്ങനത്തെയൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരിക്കും ആ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. സ്പെസിഫിക് ആൾക്കാർക്കായിരിക്കും ആക്ഷൻ മോഡിന് സപ്പോർട്ട് അഡ്വാൻറ്റേജ് ആയി തീരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി എല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് വേഗത്തിൽ വ്ളോഗും പർപ്പസിനൊക്കെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നല്ല രീതിക്കുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ ക്യാമറയുടെ ഭാഗത്തുനിന്ന് ഞാനൊരു 5 സ്റ്റാർ തന്നെ കൊടുക്കും. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു iPhone 14 നമുക്ക് തരുന്നുണ്ട്. iOS 17 ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പോൾ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പിളിന് തന്നെ A50 Bionic എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് യൂസർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഫോൺ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പെർഫോമൻസ് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹെവി ഗെയിമർ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എപ്പോഴും ഞാൻ പറയും ഗെയിമിങ്ങിന് ബെസ്റ്റ് ഓപ്ഷൻ ഐഫോൺസിൽ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് വേരിയൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ഒരിക്കലും ഹാർഡ് കോർ ഗെയിമിങ്ങിന് ചൂസ് ചെയ്യരുത്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എങ്കിൽ നിങ്ങൾ മെയിനായിട്ടും ഒരു പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് ഡിവൈസ് ചൂസ് ചെയ്യുക. എന്ന് വെച്ച് നിങ്ങൾക്ക് ഇവിടെ മോശം ഗെയിമിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്നല്ല. നിങ്ങൾക്കൊരു ഹാർഡ് കോർ ഗെയിമിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺസിൽ പ്രോ അല്ലെങ്കിൽ മാക്സ് വേരിയൻ്റ് ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഗെയിംസ് ആയിട്ടുള്ള ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ 60 FPS സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാനായിട്ട് പറ്റും. ഇനി ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നോർമലി ഒരു ഫോൺ ഹീറ്റ് ആവുന്ന പോലത്തെ ഒരു വാമപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കണ്ടിന്യൂസ് ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് ഞാനിപ്പോൾ പറയുന്നത് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഇനി നോർമൽ യൂസിനായിട്ട് വരുമ്പോൾ തന്നെ ചൂടാവുക അല്ലെങ്കിൽ തന്നെ ഹീറ്റ് വരിക ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. നോർമൽ യൂസിലൊക്കെ പെർഫെക്റ്റാണ്. ഹീറ്റോ കാര്യങ്ങളോ ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും ആവില്ല. ജസ്റ്റ് നോർമലി ഒരു ഫോൺ വാം ആവുന്ന പോലെയൊക്കെയാണ് വാം ആവത്തേ ഉള്ളൂ നോർമൽ യൂസിൽ. സോ ഓവറോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ബെസ്റ്റ് തന്നെയാണ്. നമുക്ക് 13 കിട്ടുന്ന ആ ഒരു സെയിം എക്സാക്റ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ 13 കുറവല്ല കൂടുതലല്ല, ഒരു മീഡിയം റേഞ്ചിൽ ഈ ഒരു 14 നമുക്ക് പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ബെറ്റർ ആൻഡ് 3279 mAh കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവേ ഉള്ള പോലെ തന്നെ 20 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആപ്പിളിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. ചുമ്മാ ആർക്കോ എന്തിനോ വേണ്ടിയൊക്കെയാണ് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് സപ്പോർട്ട് കൊടുത്തത്. 20 വാട്ട് മിനിമം ഒരു 33 വാട്ടെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. സോ ഇനിയുള്ള അപ്കമിങ് സീരീസിലൊക്കെ ആപ്പിൾ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടുക നമുക്ക് പ്രതീക്ഷിക്കാം. സോ അങ്ങനെ വന്നാൽ കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കും. ഈ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. സോ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ യൂസറാണ്, ജസ്റ്റ് സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ ഇങ്ങനെയുള്ളൊരു യൂസുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും. മിനിമം ഒരു 10 hours നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇങ്ങനെയുള്ളൊരു യൂസറാണെങ്കിൽ. ഇപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കും അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യും, വീഡിയോസ് കാണും, മൂവീസ് കാണും, ഇങ്ങനെയുള്ളൊരു അത്യാവശ്യം നല്ല രീതിക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏകദേശം ഒരു 3 തവണയെങ്കിലും ഒരു ദിവസം ചാർജിലേക്ക് ഇടുന്നതായിട്ട് വരും. സോ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോൺ തരുന്നുണ്ട്. സോ ബാറ്ററിയുടെ ഭാഗത്തൊന്നും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്കൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാറ്റിസ്ഫാക്ടറി തന്നെയാണ്. എനിക്ക് ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ബാറ്ററി മോശം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തില്ല. സോ ബാറ്ററി ബാക്കപ്പ് ഈസ് ഈ ഒരു വർഷം ഈ ഒരു ഫോൺ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് ഡിവൈസ് ആയിരിക്കും ആ ഒരു ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 56,000 എങ്ങാണ്ടാണ് 128 GB സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 256 GB എങ്കിലും എടുക്കാനായി ശ്രമിക്കുക. കാരണം നമുക്ക് ഒരിക്കലും 128 GB ഒരു സ്റ്റോറേജ് സഫിഷ്യൻ്റ് ആയിരിക്കില്ല, വളരെ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും ആ ഒരു 128 GB എന്ന് പറയുന്നത്. അത് നമ്മളൊരു 2-3 ആപ്സ് അല്ലെങ്കിൽ
കുറേ ഫോട്ടോസ് അല്ലെങ്കിൽ 2-3 ആപ്സും കാര്യങ്ങളൊക്കെ കയറ്റുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറേജ് ഫുള്ളാവും. സോ മാക്സിമം നിങ്ങൾ 256 വേരിയൻറ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബെറ്റർ ഓപ്ഷനാണ്, നല്ലൊരു ഫോണാണ്, ഡീസൻറ്റ് ഫോണാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾ മേടിക്കാൻ പ്ലാനുള്ള ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തോളൂ, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വരുന്ന വീഡിയോസിൽ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ഇതിൽ മികച്ചൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കിസ്പോർട്ട്. ഗുഡ് ബൈ.